നാം ഓരോരുത്തരും വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും കൂടെ പുതിയ ഒരു ദിവസത്തിലേക്കും പുതിയ ഒരു വർഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ വിട്ട് കടന്നുപോയതായിട്ടുള്ള 2024 എന്ന വർഷം നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ തന്നിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വേദനയുടെ ചില അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയാലും പുതിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ പുതിയ ദിവസത്തെ വരവേറ്റിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2024 അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉള്ളതായിരുന്നോട്ടെ, നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്നതായ സ്തോത്രം വചനത്തെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളും ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നമ്മെ ഓരോ ദിവസവും അതിശയകരമായി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവവചനം നൽകുന്നതായിട്ടുള്ള ആലോചനകളും വാഗ്ദത്വങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ആ വചനത്തെ നമ്മൾ ആവർത്തിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് ഒടുവിൽ ദൈവം തന്നതായ ആ വാഗ്ദത്ത നിവർത്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ദൈവം കാണപ്പെടാത്തതായ ഒരു ദേശത്തേക്ക് അബ്രഹാമിനെ പറഞ്ഞയക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വാഗ്ദത്വങ്ങൾ ധാരാളം ദൈവം നൽകി. പക്ഷെ നമ്മൾ കാണുന്നത് അബ്രഹാം ഈ വാഗ്ദത്വങ്ങളെല്ലാം ലഭിച്ചപ്പോഴും ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവിക വാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നപ്പോൾ ഒടുവിൽ തക്ക സമയത്ത് കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്നതായ നമ്മുടെ കർത്താവ് വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. മനുഷ്യരൊരുപക്ഷെ നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങളും ഉറപ്പുകളും ഒക്കെ മറന്നു കളഞ്ഞാലും തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്ന ഒരു വാക്കുപോലും കർത്താവ് മറന്നു കളയാതെ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് അവരെ അതിശയകരമായി വഴി നടത്തുന്നതായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. ഒരു പുതുവർഷ ദൂത് നിങ്ങൾക്ക് നൽകാനായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നതായ ഒരു വചനമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവിക ആലോചനയുണ്ട്. ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ആത്മീക ദാഹം ഉണ്ടായിരിക്കുകയും എന്നാൽ ആ ദാഹം ശമിപ്പിക്കാനായിട്ട് യാതൊരു വിധമായ വഴികളും കാണാതെ തങ്ങളുടെ പ്രയത്നങ്ങളും തങ്ങളുടെ കാത്തിരിപ്പുകളും പ്രാർത്ഥനകളും വൃഥാവായി എന്ന് ചിന്തിക്കുകയും ചെയ്ത ഒരു ജനതയോടാണ് ദൈവത്തിൻ്റെ ദൂതുമായി പ്രവാചകൻ കടന്നു എന്ന് സംസാരിക്കുന്നത്. അവരോട് പ്രവാചകൻ പറയുകയാണ്, അതിൻ്റെ 12-ാമത്തെ വാക്യം, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളവും ആയിരിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം യെശയ്യാവിലൂടെ നൽകുന്നതായ ഒരു ദൂതാണെങ്കിലും ഇത് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു ദൂതാണ്. ഒരുപക്ഷെ 2024
നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് മുന്നേറാനായിട്ട് കഴിഞ്ഞില്ലായിരിക്കാം. നമ്മുടെ കാത്തിരിപ്പുകളും പ്രാർത്ഥനകളും പലപ്പോഴും ഫലപ്രദമായി തീർന്നില്ലല്ലോ എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടായിരിക്കാം. നിരാശയുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആശാഭംഗം വന്ന് വരികയും ചെയ്തതായ അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജനതയോടെയാണ് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ സംസാരിച്ചത്. ദൈവം പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവിൻ എന്ന് പറഞ്ഞ് ദൈവം അവരെ ക്ഷണിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മളോടും ഈ ദൂതിലൂടെ പറയുകയാണ്. ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നതായ ഈ പ്രവചന ദൂത്, ഇത് ഛേദിക്കപ്പെടാത്ത ശാശ്വതമായിട്ടുള്ള ഒരു അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ദൈവം സമാധാനത്തോടെ പറഞ്ഞയക്കും. സന്തോഷത്തോടെ നിങ്ങൾ പുറപ്പെട്ടു പോകും. നിങ്ങളുടെ മുമ്പിൽ കുന്നുകളും മലകളുമൊക്കെ പൊട്ടി ആർക്കത്തക്ക വിധത്തിൽ ദൈവം ചില അത്ഭുതകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് ഈ തിരുവഴുത്തിലൂടെ വാഗ്ദത്തം ചെയ്യുകയാണ്. ഈ കുന്നുകളും മലകളുമൊക്കെ അവ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഒരുപക്ഷെ നാവൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഈ പ്രകൃതിയിലുള്ള സ്തോത്രം ചില അനുഭവങ്ങളാണെങ്കിൽ, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നാണ്. അപ്പോൾ ദൈവം ഈ വചനത്തിലൂടെ പറയുകയാണ്, നമ്മുടെ മുമ്പിൽ സ്തോത്രം കല്ലുകളെന്ന്, ജീവനില്ലാത്തതെന്നും പ്രതികരണശേഷിയില്ലാത്തതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതായ ചിലരെ കൊണ്ട് ചില പുത്തൻ അനുഭവങ്ങൾ നൽകി, ചില ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മളെ സമാധാനത്തോടെ പറഞ്ഞേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മുള്ളും പറക്കാരെയും നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിലെങ്കിൽ, തമ്പുരാൻ ഈ വചനത്തിലൂടെ പറയുകയാണ്, സ്തോത്രം, അതൊക്കെ മാറിയിട്ട് കൊഴുന്തും സരള വൃക്ഷവും മുളയ്ക്കുന്ന ഒരു വലിയ ഭാഗ്യകരമായ, ഒരു വലിയ വസന്തത്തിൻ്റെ, സൗരഭ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നല്ല നാളുകൾ ദൈവം തമ്പുരാൻ നിങ്ങൾക്കും എനിക്കും തരുമെന്നാണ്. നമുക്കത് വിശ്വസിക്കാനായി കഴിയുമോ? നമുക്കത് ഏറ്റെടുക്കാനായി കഴിയുമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനത്തെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് കഴിയുമോ? ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വചനം ഒരു പ്രത്യേക മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തതായിട്ടുള്ള ഒരു ദൈവദാസൻ ഈ വചനത്തെ ഏറ്റെടുത്തു. അദ്ദേഹം വീട്ടിൽ പോയി തൻ്റെ മുമ്പിൽ വേദനയോടെ തകർന്ന അനുഭവത്തോടെ വന്ന ഒരു മനുഷ്യനോട് ഈ വചനത്തെ ആവർത്തിച്ച് പറയാനായിട്ട് ആവശ്യപ്പെട്ട്, ഈ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടതായ ആ മൂന്നാമത്തെ വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്തു. എൻ്റെ ജീവിതത്തിലെ മുള്ളും പറക്കാരെയും ദൈവം മാറ്റി, കൊഴുന്തും സരളവൃക്ഷവും മുളയ്ക്കുന്ന ഒരു ആത്മീക പുതുക്കത്തിൻ്റെ അനുഭവം, ഒരു വിടുതലിൻ്റെ അനുഭവം, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ദൈവം എനിക്ക് തരും, ഞാൻ സന്തോഷത്തോടെ പുറപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തത് നിമിത്തം ദൈവം പ്രവർത്തിച്ചതായ ജീവിത സാക്ഷ്യം, ഹല്ലേലൂയ, 2025 അത്തരത്തിൽ ചില സാക്ഷ്യങ്ങൾ, അത്തരത്തിൽ ചില അനുഭവങ്ങൾ സർവശക്തനായ ദൈവം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാഗ്ദത്ത നിവർത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ ഈ യെശയ്യാ പ്രവാചകൻ പുസ്തകം 55 അധ്യായത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ മുള്ളും പറക്കാരെയും മാറ്റി കൊഴുന്തും സരളവൃക്ഷവും മുളയ്ക്കുന്ന ആ ആത്മീക അനുഭവം, നമ്മുടെ മുമ്പിൽ സ്തോത്രം മലകളും കുന്നുകളും കൈകൊട്ടുന്നതായ, സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മളെ പറഞ്ഞയക്കുന്നതായ ആ ദൈവിക ഇടപെടലിൻ്റെയും വിടുതലിൻ്റെയും അനുഭവം നമുക്ക് കാണാൻ ദൈവം ഇടയാക്കി തീർക്കും. പക്ഷേ
നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ വേഗത്തിൽ നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്നാമത് ആ ഭാഗം പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്തെ അവനെ അന്വേഷിപ്പീൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവം നമ്മളോട് പറയാണ്, ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹിതം നിരന്തരം നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ കണ്ടെത്തുന്നത്? പ്രാർത്ഥനയിലൂടെ, തിരുവചന പാരായണത്തിലൂടെ, ദൈവവുമായിട്ട് നിരന്തരം ചേർന്ന് നടക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എടുത്തു ചാടുന്നവരായിട്ടല്ല, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്വങ്ങളൊന്നും നിറവേറുന്നില്ലല്ലോ എന്ന് പറയുന്നവരായിട്ടല്ല. ഓരോ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി, നിങ്ങളുടെ ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അപ്പൻ്റെ ഹിതം ഓരോ ദിവസവും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ ഹിതം നമ്മൾ ആരാഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോൾ കർത്താവേ, എന്ന് കർത്താവേ, തിരുവചനത്തിലൂടെ നീ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവല്ലോ, ദൈവമേ നിൻ്റെ വാഗ്ദത്വം എനിക്ക് തന്നിട്ടുണ്ടല്ലോ കർത്താവേ, നിൻ്റെ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ സ്തോത്രം അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്തോത്രം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കുറിച്ച്, ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അതിൻ്റെ 26-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉസിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ്. ഈ ഉസിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉസിയാവ് യഹോവയെ അന്വേഷിച്ച കാലത്തോളം യഹോവ അവന് ജയം നൽകി എന്നാണ്, അഭിവൃദ്ധി നൽകി. ഉസിയാവ് യഹോവയെ അന്വേഷിച്ച കാലത്തോളം യഹോവ അവന് അഭിവൃദ്ധി നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഉസിയാവിൻ്റെ 2-ാം ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിട്ടാണ് ജീവിതത്തെ ചെലവഴിക്കേണ്ടി വന്നത് അവസാന നാളുകൾ. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചതായ കാലത്തോളം ദൈവം അദ്ദേഹത്തിന് അഭിവൃദ്ധി നൽകിക്കൊണ്ടിരുന്നു. ദൈവം അഭിവൃദ്ധി നൽകിയതായിട്ടുള്ള 3 തലങ്ങളെക്കുറിച്ച് ഈ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ദൈവം അവന് ശത്രുവിൻ്റെ മേൽ വലിയൊരു ജയം നൽകി. അതിൻ്റെ 6-ാമത്തെ വാക്യം. 2, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവം ഈ മനുഷ്യനെ അവൻ്റെ പേരിനെ വലുതാക്കി അവനെ ഉയർത്താനായിട്ടിടയായി തീർന്നു. അവൻ്റെ പേര് അന്യനാടുകളിൽ തന്നെ എത്തത്തക്ക വിധത്തിൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ മാനിച്ച് ഉയർത്താനായിട്ടിടയായി. 3, ദൈവം ആ മനുഷ്യന് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് ആത്മീകമായും ഭൗതികമായും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുമുള്ള ഒരഭിവൃദ്ധി ദൈവം നൽകി. വേറെ തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു അഭിവൃദ്ധി സർവശക്തനായ ദൈവം കൊടുത്ത് ഈ സ്തോത്രം ഉസിയ രാജാവിനെ അനുഗ്രഹിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം തമ്പുരാൻ യുദ്ധം ചെയ്ത് ആ ശത്രുക്കളെ നീക്കി ദൈവം നിങ്ങൾക്ക് ശത്രുവിൻ്റെ മേലൊരു ജയം നൽകി സ്തോത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായി തുടങ്ങും. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും നമുക്ക് മിത്രങ്ങളായി തീരുമെന്നാണ്. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല ശത്രുക്കളെയും ദൈവം തമ്പുരാൻ തൻ്റെ കാൽ കീഴാക്കുവാനായി
കർത്താവിൻ്റെ പാദപീഠത്തിൽ കാത്തിരുന്നു ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ അന്വേഷിക്കും തോറും ദൈവം തമ്പുരാൻ നിങ്ങളെ ഉയർത്തി മാനിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെല്ലാം വെറും ഒരു ചെറിയ ഒരു ഗ്രാഫിനുള്ളിൽ ആണെങ്കിൽ, ഒരു ചെറിയ വൃത്തത്തിനുള്ളിലാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളുടെ ചുറ്റുപാടുകളെ വിശാലമാക്കാൻ തുടങ്ങും. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ദൈവം നല്ല വർത്തമാനങ്ങൾ അറിയിച്ച് നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ജീവിത നിലവാരം, നിങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റാനായി തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ, നിങ്ങൾക്ക് ദൈവം സാമ്പത്തിക മേഖലകളിലും അഭിവൃദ്ധി നൽകാൻ തുടങ്ങും. ദൈവം തമ്പുരാൻ ഉസിയ രാജാവിന് ധാരാളം ഭണ്ഡാരശാലകളും ആടുമാടുകളും കൃഷി സമ്പത്തുകളും കൊടുത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നുവാൻ തക്കവണ്ണം, നിങ്ങളുടെ പ്രയത്നത്തിന് മറുപടി തരാൻ തക്കവണ്ണം, നിങ്ങൾ കൈതൊടുന്ന ഓരോ കാര്യങ്ങളെയും 100% ഫലം തരാൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുക. ഇവിടെ ഈ വചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുക്ക ഇരിക്കുമ്പോൾ നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്നാണ്. കർത്താവിനെ കണ്ടെത്താനുള്ള, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാനുള്ള ഒരു സുലഭമായ നിമിഷമാണ്, ഒരു സാഹചര്യമാണ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. വ്യർത്ഥമായ കാര്യങ്ങൾക്ക് ഓടുന്നത് മതിയാക്കുവിൻ. പക്ഷേ 55-ന്റെ 2 പറയുന്ന, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീനെന്നാണ്. ഹല്ലേലൂയ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുക. കർത്താവിൻ്റെ ഹിതം നമുക്ക് ഒന്നാമത് അന്വേഷിക്കാൻ ഈ ദൈവവചനം നമുക്ക് ആലോചന തരികയാണ്. 2, യെശയ്യാപ്രവാചന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന, നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന, നമ്മളെ വീണ്ടും വീണ്ടും ചേർത്ത് കൊള്ളുന്ന കരുണാമയനായ, സ്നേഹവാനായ, ആർദ്രതയുള്ളൊരു ദൈവമാണ്. പുതിയ നിയമത്തിനകത്ത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പനിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും പിടിച്ചു വാങ്ങി വിദൂരങ്ങളിൽ പോയതായ ഇളയ മകൻ സകലവും നഷ്ടപ്പെട്ടവനായി അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുകയല്ല, അവനെ ന്യായവിസ്താരം നടത്തുകയില്ല, അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ചേർത്ത് നിർത്തി അവനെ വളരെ സ്നേഹത്തോടുകൂടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതായ ഒരു അപ്പനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ പാപത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് നമ്മളോട് കരുണ കാണിച്ച്, നമ്മളോട് ക്ഷമിച്ച് നമ്മളെ വിടുവിക്കാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. അതുകൊണ്ട് പ്രവാചകൻ ഈ ഭാഗത്ത് പറയുകയാണ്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ എന്നാണ്. അപ്പം നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറവുകളുമൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു ചെല്ലണം. അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കണം. പാപം ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിക്കളയുന്നതായ ഒരു വലിയ മതിലാണ്. ഈ പാപത്തിൻ്റെ മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇടിച്ചു മാറ്റി ദൈവവുമായിട്ടൊരു അനുരഞ്ജനത്തിലേക്ക് എത്തുമ്പോൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ പറഞ്ഞതായ വാഗ്ദത്തം നിറവേറപ്പെടാൻ തുടങ്ങും. നിങ്ങളെ ദൈവം സന്തോഷത്തോടെ പറഞ്ഞേക്കും.
സമാധാനത്തോടെ നിങ്ങൾ പുറപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷവും നഷ്ടപ്പെട്ടു പോയ സമാധാനവും നമുക്ക് തിരികെ ലഭിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ, ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് മടങ്ങി വരുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലാണ്. ദൈവസന്നിധിയിൽ ഒരു നിരപ്പിലേക്ക് എത്തിച്ചേരുന്നതായ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലാണത് സംഭവിക്കുന്നത്. അതുകൊണ്ട് 2024 ഒരുപക്ഷെ നമ്മളെടുത്ത തീരുമാനങ്ങൾ പലതും നമുക്ക് നിവർത്തിക്കാനായിട്ട് കഴിയാതെ പോയിരിക്കാം. പല സന്ദർഭങ്ങളിൽ നമ്മൾ വീണുപോയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ബലഹീന മനുഷ്യരാണ്. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ബലഹീന അവസ്ഥയെ, നമ്മുടെ ഉള്ള അനുഭവങ്ങളെ ഒന്ന് തുറന്ന് പറയാൻ, തുറന്ന് സമ്മതിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം, നമ്മുടെ ദൈവം നമ്മളോട് കരുണ കാണിക്കും, ധാരാളം ക്ഷമിക്കും എന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തമ്പുരാൻ നമ്മളോട് ഈ ദിവസം ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കണമെന്നും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, സ്തോത്രം, ദുഷ്ടൻ തൻ്റെ വഴികളെ ഉപേക്ഷിക്കട്ടെ, നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. മനം തിരിയണമെന്നാണ്. നമുക്ക് രൂപാന്തരം ഉണ്ടാവേണ്ടത് മനസ്സിനാണ്. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. മാനസാന്തരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ദൈവിക സന്തോഷത്തെ തിരികെ പ്രാപിക്കുന്നതാണ്. ആ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. മൂന്നാമത്, ഇതിനകത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള മറ്റൊരു ദൈവിക ആലോചന, മൂന്നാമത്തെ ഉപദേശം അല്ലെങ്കിൽ മൂന്നാമത്തെ ദൂതെന്ന് പറയുന്നത് അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും അല്ല. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 9ാമത്തെ വാക്യം പറയുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രിയ ദൈവപൈതലെ, നിങ്ങളെക്കുറിച്ചുള്ള, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കണക്കൂട്ടലുകൾക്കെല്ലാം അപ്പുറത്താണ്. മനുഷ്യരായ നമുക്ക് ഒത്തിരി കണക്കൂട്ടലുകളുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കണക്ക് നോക്കും. നാളെ എന്തായിത്തീരും, മറ്റൊന്ന് എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്തോ. നമ്മളിതിനു വേണ്ടിയിട്ട് ഒരുപാട് കഠിന പ്രയത്നം ചെയ്യും. നമ്മളതിനു വേണ്ടി പല വഴികൾ തേടും. സ്തോത്രം, അവസാനം നമ്മുടെ വഴികളെല്ലാം പരാജയപ്പെട്ട് നമ്മൾ നിരാശരായിട്ട് മടങ്ങി വരും. ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തൃപ്തി വരുത്താത്തതിന് വേണ്ടി നമ്മുടെ പ്രയത്ന ഫലങ്ങളെല്ലാം നമ്മൾ ചെലവഴിക്കും. പിന്നെ നമ്മൾ മടങ്ങി വരുന്നത് ദാഹിച്ചും ക്ഷീണിച്ചും അവശ്വരുമായിട്ടാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ യെശയ്യാപ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മുടെ വഴികളെ, നമ്മുടെ പദ്ധതികളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതെന്തിനാ അങ്ങനെ സമർപ്പിക്കുന്നത്? നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിയാലും ശരി, ദൈവത്തിൻ്റെ കണക്ക് തെറ്റുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുക തന്നെ ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ 100,000 വഴികളുണ്ട്. എല്ലാ വഴികളും ശത്രു നിൻ്റെ മുമ്പിൽ കൊട്ടി അടച്ചു. ഇനി നിനക്കൊരിക്കലും ഒരു പുറത്തു വരവില്ല, നിനക്കിനി ഒരു എഴുന്നേൽപ്പില്ല,
നിന്റെ ജീവിതം ഇവിടെ തീർന്നു, നിന്റെ മിനിസ്ട്രി ഇവിടെ അസ്തമിച്ചു, നിന്റെ കാൽക്കുലേഷൻ എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിനക്ക് വേണ്ടി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും ആ തുറന്നു വെച്ച വാതിൽ വിശാലമായ വഴിയാക്കി തീർക്കാനും എന്തൊക്കെ വേണം, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം. മനുഷ്യർ നമ്മുടെ വഴികളൊക്കെ അടച്ചാലും ശരി, ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി വഴികൾ തുറന്നാൽ അത് അനുഗ്രഹത്തിൻ്റെ നീരുറവയായി മാറും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് കുഴിച്ചതായിട്ടുള്ള കിണർ ശത്രുക്കൾ മൂടിക്കളഞ്ഞു. പക്ഷേ ദൈവം തമ്പുരാൻ ഇസഹാക്കിന് വേണ്ടി ആ സ്ഥലത്ത് ഒരു നീരുറവ ഒരുക്കി കൊടുക്കുകയും ദൈവം ആ സ്ഥലത്ത് ഈ ഇസഹാക്കിനെ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പത്മോസ് ദ്വീപിൽ എല്ലാ വഴികളും അടഞ്ഞ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് പ്രാർത്ഥന നിരതനായിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് സ്വർഗത്തിൽ ഒരു വാതിൽ ദൈവം തമ്പുരാൻ തുറന്നതിനെ കുറിച്ചാണ്. എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞെന്ന് തോന്നുമ്പോൾ ദൈവം തുറന്നു തരുന്ന ഒരു പുതിയ വഴിയുണ്ട്. ആ വഴി ഉണങ്ങിയ നിലം പോലെ ആയിരിക്കും. ചെങ്കടലിനെ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത തമ്പുരാൻ, സ്തോത്രം, ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യർ നിൻ്റെ വഴികൾ അടച്ചു കളഞ്ഞിരിക്കാം, സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയിരിക്കാം, ചിന്തകളെല്ലാം, നമ്മുടെ പദ്ധതികളൊന്നും നിറവേറപ്പെടാത്തതായ ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വഴികൾ ഈ പുതിയ വർഷത്തിൻ്റെ പുതിയ പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? കർത്താവേ, എൻ്റെ വഴികൾ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ പുറപ്പെടാൻ തക്കവണ്ണം, സമാധാനത്തോടെ എന്നെ പറഞ്ഞയക്കുന്നത് കാണാൻ തക്കവണ്ണം, മലകളും കുന്നുകളും പർവ്വതങ്ങളും വൃക്ഷലതാദികളും പൊട്ടിയാർക്കുന്നത് കാണത്തക്കവണ്ണം നിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാനിടവരുത്തണമേ എന്ന് ഒരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? ഏറ്റെടുക്കുമോ? സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യും. ഹല്ലേലൂയ. 4-ാമതായി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ 11-ാമത്തെ വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കൊണ്ട് മടങ്ങി വരും, അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. എത്ര അർത്ഥവത്തായ ഒരു ദൂതാണ് ദൈവം ഈ വചനത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് പറയുകയാണ്, സ്തോത്രം, ദൈവിക വാഗ്ദത്വങ്ങളെ മുറുകെ പിടിക്കുക. ദൈവിക വാഗ്ദത്വങ്ങളെ മുറുകെ പിടിക്കുക. കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു ആലോചന, ഒരു ദൂത്, സ്തോത്രം, നമ്മുടെ നേരെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെയും നേരിട്ടോ അല്ലാതെയോ തിരുവചനത്തിലൂടെയോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വചനം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്താനായി ബന്ധപ്പെടുകയാണ്. അത് വരിക തന്നെ ചെയ്യും, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. യെശയ്യാവ് 55-ന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങി വരാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്ക വണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മഴയും ഹിമവും ദൈവം ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 3 കാര്യങ്ങൾ പറയുന്നു. 1, ഉണങ്ങി വരണ്ട ഊഷര ഭൂമിയെ കുതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മഴയെ അയക്കുന്നത്. 2, മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള വിത്തുകളെ മുളച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ മഴയും ഹിമവും ദൈവം അയക്കുന്നത്.
3, കിളിർത്ത വിത്തുകളെ ഫലഭൂയിഷ്ടിയായി വളർന്ന് 30, 60, 100 മേനി ഫലം വിളയിക്കുന്നതിനാണ് മുൻമഴയും പിന്മഴയും ദൈവം അയച്ച് ഈ ഭൂമിയെ നനയിച്ച് അതിനെ കുതിർത്ത് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും അതുപോലെ ആയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മവർഷച്ചാറൽ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ പെയ്തിറങ്ങാനായി നമുക്ക് പ്രാർത്ഥിക്കാമോ? ഊഷര ഭൂമി പോലെ വരണ്ട് കിടക്കുന്ന നമ്മുടെ ആത്മീക ജീവിതങ്ങൾ ഒന്ന് പുതുക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഒരു പിന്മഴ അയക്കണമേ. കർത്താവേ, ഒരു പെന്തക്കോസ് അനുഭവം എന്നിലേക്ക് അയക്കണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, ഞാനത് നിവർത്തിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും വചനങ്ങളും നിവർത്തിച്ചു കൊള്ളുന്നതിൽ ജാഗരിച്ചു കൊള്ളും. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ആകാശം മാറും, ഭൂമി മാറും, പക്ഷേ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനത്തിനൊരിക്കലും മാറ്റം വരികയില്ല. കുന്നുകൾ മാറിയാലും പർവ്വതങ്ങൾ എല്ലാം നീങ്ങിപ്പോയാലും ശരി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തതാണ്. അത് നിറവേറുക തന്നെ ചെയ്യും. ആരുടെ ജീവിതത്തിലാണ് ഇത് നിറവേറുന്നത്? ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവത്തെ കണ്ടെത്താനായി ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിലാണ്. 2, തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുന്ന വ്യക്തികളിലാണ്. 3, തങ്ങളുടെ വഴികളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവപദ്ധതിക്കായിട്ട് പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളിലാണ്. 4, സ്തോത്രം, ദൈവിക വാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ചു കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിലാണ് അത് നിറവേറപ്പെടുന്നത്. ഒരുപക്ഷെ, സ്തോത്രം, നമ്മളോട് വാഗ്ദത്വങ്ങൾ പറഞ്ഞതായ മനുഷ്യർ മരിച്ചാലും, സ്തോത്രം, വാഗ്ദത്വം പറഞ്ഞവൻ ജീവിക്കുന്നു. പക്ഷേ 6 പറയുന്നത്, ഉസ്സിയാവ് രാജാവ് മരിച്ചു, പക്ഷെ അപ്പോഴും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനെ യെശയ്യാവ് ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന കർത്താവാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി, സ്തോത്രം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ, സ്തോത്രം, ഈ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്തിയിട്ട് നമുക്ക്, സ്തോത്രം, ആയിരിക്കുന്ന ഇടത്തൊരു ആമേൻ പറഞ്ഞ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം കേൾപ്പിച്ചതായ ഈ 12-ാമത്തെയും 13-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ പറയാമോ? നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, ഞാൻ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ ദൈവം എന്നെ പറഞ്ഞയക്കും, മലകളും കുന്നുകളുമെല്ലാം എൻ്റെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. ഇത് ദൈവത്തിൻ്റെ ശാശ്വതമായ നിയമമാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഈ പുതിയ വർഷത്തിൽ 2025 ദൈവം ചെയ്തു തരുന്നതിനായി ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞ് കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം ഉണ്ടാവട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഈ വചനം നിങ്ങളുടെ മേൽ കൃപയാൽ ദൈവം തമ്പുരാൻ പൊതിഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ പൊതിഞ്ഞ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തരികയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചേർത്ത് പിടിക്കുക, ആവർത്തിച്ച് പറയുക. ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നമുക്കൊരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? താല്പര്യമുള്ളവർക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, വിശ്വാസത്തോടെ പറയാം. സമാധാനത്തോടെ ദൈവം എന്നെ പുറപ്പെടുവിക്കുമാറാക്കും. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു പോകും. മലകളും കുന്നുകളുമെല്ലാം എൻ്റെ മുമ്പിൽ ആർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവേ, നന്ദി അപ്പ. അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന
ഈ ദൈവജനത്തിനായി സ്തോത്രമപ്പ. ദൈവമേ, ദാഹത്തോടെ കർത്താവേ, പ്രയത്ന ഫലങ്ങൾ കാണാൻ കഴിയാതെ, അധ്വാനിച്ചിട്ടും ഒരു നന്മയും കാണാതെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കണ്ണുനീരോടെ വചനം കേൾക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം അവരുടെ മേൽ വെച്ച് ഈ വചനം അവരുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. തളർന്ന മുഴങ്കാലുകളെ ശക്തീകരിക്കണമേ കർത്താവേ. ക്ഷീണിച്ച മനസ്സുകളെ ബലപ്പെടുത്തണേ കർത്താവേ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ കർത്താവേ. ഉത്തമമായിട്ടുള്ള ആ സന്തോഷം ഇവിടെ ഹൃദയങ്ങൾക്കകത്ത് നിറഞ്ഞു കവിയട്ടെ കർത്താവേ. നന്മയും കരുണയും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദിനവും പിന്തുടരേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിന്റെ ജനം, ഈ ജനം ദൈവമേ കർത്താവേ, നിന്റെ ശബ്ദം കേട്ട ഈ പ്രിയപ്പെട്ട മക്കള് 2025 പ്രാരംഭ ദിവസം മുതൽ അതിൻ്റെ ഒടുവിലത്തെ ദിവസം വരെയും നിന്റെ ചിറകിൻ മറവിൽ അവിടെ നിന്ന് മറച്ചു കൊള്ളണമേ. അവിടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്റെ കരങ്ങളിൽ ഓരോ ദിവസവും കൈ വഹിച്ചു കൊള്ളണമേ. ദൂതന്മാരുടെ കാവലവരനുഭവിക്കട്ടെ. ശത്രു എത്തി നോക്കാൻ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് എങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. വിടുതലുകൾ നന്മകളും ദൈവം പകരുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.